എല്ലാവർക്കും നമസ്കാരം. ദ സ്കൂൾ ഓഫ് സക്സസ് ബൈ റോഷ്നി മനോൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വേൾഡിലെ ഏറ്റവും മോസ്റ്റ് ഹീലിംഗ് പ്രെയർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോപ്നൊപ്പനോ എന്ന് പറയാം അല്ലേ. ഹോപ്നൊപ്പനോ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. ഇതൊരു ഹവായിയൻ പ്രെയർ ആണ്. ഈ പ്രെയറിൽ 4 സെൻറ്റൻസാണ് വരുന്നത്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 സെൻറ്റൻസും കൂടെ നമ്മൾ ഒരുമിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ നമ്മളെ ഹീൽ ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവരെയും കൂടെ ഹീൽ ചെയ്യാൻ ഈ ഒരു പ്രയറിന് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഐ ആം സോറി എന്ന വാക്കിൻ്റെ നമുക്കറിയാം വേർഡ്സിന് ഭയങ്കര പവറാണ് അല്ലേ. എല്ലാ വേർഡ്സിനും ഭയങ്കര പവറുണ്ട്. അപ്പോൾ ഈ ഐ ആം സോറി എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ, ഐ ആം സോറി എന്ന് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ തോന്നുക, നമ്മൾ ഹാപ്പി ആയിരിക്കും അവരെ പറ്റി. ഓക്കെ, സോറി പറഞ്ഞല്ലോ, നമുക്ക് ആ പ്രശ്നം വിടാം എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കും അല്ലേ. ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ അത് അങ്ങനെ ഒരു ചിന്ത വരും. രണ്ടാമത്തെ, പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ഒന്ന് ക്ഷമിക്കൂ എന്ന് ആരെങ്കിലും വന്ന് പറയുമ്പോൾ അതൊരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. ഒന്ന് എന്നോട് ക്ഷമിക്കൂ പ്ലീസ് എന്ന് പറയുമ്പോൾ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണല്ലോ. അത് തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് നമ്മുടെ മനസ്സ് അലിയാൻ തുടങ്ങും. താങ്ക് യു, അടുത്ത സെൻറ്റൻസ് താങ്ക് യു എന്നാണ്. താങ്ക് യു എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഒരു യൂണിവേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലത്തെ ലാസ്റ്റ് സെൻറ്റൻസ് ആണ് ഐ ലവ് യു. ഐ ലവ് യു, അതായത് യൂണിവേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ ലവ് എന്ന് പറഞ്ഞൊരു ഇതിലാണ് വർക്ക് ചെയ്യണത് അല്ലേ. ലവ് നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹമുള്ള വാക്കാണ് ഐ ലവ് യു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ 4 സെൻറ്റൻസ്, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഈ 4 സെൻറ്റൻസ് നമ്മൾ ഒരുമിച്ച് പറയുമ്പോൾ ആ വേർഡ്സിന് ഭയങ്കര പവറായി, ഭയങ്കര എനർജി ആയി പോവുകയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രയറിന് ഇത്രയും പ്രാധാന്യം വരാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരാളെയും ബ്ലെയിം ചെയ്യുന്നില്ല, നമ്മൾ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണ്. നമ്മൾ യൂണിവേഴ്സിനെ ബ്ലെയിം ചെയ്യുന്നില്ല, നമ്മൾ പാരൻസിനെ ബ്ലെയിം ചെയ്യുന്നില്ല, പാർട്ട്ണറെ ബ്ലെയിം ചെയ്യുന്നില്ല, ആരും നമ്മൾ ബ്ലെയിം ചെയ്യുന്നില്ല. നമ്മൾ സ്വയം ഏറ്റെടുക്കുകയാണ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തുടങ്ങുമ്പോൾ നമ്മൾ പറയേണ്ട സെൻറ്റൻസ് എങ്ങനെയാണ്, ഐ ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഇൻ ദ കറന്റ് സിറ്റുവേഷൻ ഓഫ് മൈ ലൈഫ്. ഈ എൻ്റെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യത്തിനും 100% ഞാനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ പ്രെയർ തുടങ്ങുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറയാണ് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുണ്ടായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മളാൽ വരുന്ന പ്രശ്നങ്ങൾ, നമുക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾ എല്ലാത്തിനും ഉത്തരവാദി ഞാനാണെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ സ്വയം അങ്ങോട്ട് ഹീലാവുകയാണ് ചെയ്യണത്. നമ്മുടെ ഇന്നർ ചൈൽഡ് കാര്യങ്ങളൊക്കെ ഹീലാവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമ്മുടെ അടുത്തുള്ള പെരുമാറ്റ രീതിയൊക്കെ മാറും. കാരണം നമ്മൾ ഹീലാവുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരും ഹീലാവുകയാണ് ഈ ഒരു പ്രോസസ്സിലൂടെ. അപ്പോൾ അവർ നമുക്ക് നേരെ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരാവട്ടെ, അവർക്കൊന്നും അതൊന്നും പിന്നെ ചെയ്യാൻ തോന്നില്ല. കാരണം അവരും ഹീലായി നമ്മളിത് പറയുന്നതോടുകൂടെ. ഓക്കെ, അപ്പോൾ ഐ ആം സോറി എന്ന് നമ്മൾ ആരോടാ പറയണത്, നമ്മൾ നമ്മളോട് തന്നെയാണ്. നമ്മുടെ ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ കുറേ ട്രോമാസ് കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും, കുറേ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഐ ആം സോറി. അപ്പോൾ ഐ ആം സോറി നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നോട് തന്നെ പറയണം ഐ ആം സോറി. ഈ റിപ്പീറ്റഡ് പാറ്റേൺസ് എൻ്റെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൈസ പറ്റിയായിരിക്കാം, റിലേഷൻ ആയിരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ആ പ്രശ്നങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ എം സോറി, എന്നോട് ക്ഷമിക്കൂ. പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ഒന്ന് ക്ഷമിക്കൂ. ഡിനോട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ട്രോമാസ്, ഈ പറയുന്ന ബ്ലോക്കുകൾ, ഈ പറയുന്ന നെഗറ്റീവ് തോട്ട്സ്, ഫിയർ ഒക്കെ എൻ്റെ മനസ്സിലൂടെ പോകുന്നുണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്ലീസ് ഫോർഗീവ് മീ, എന്നോടൊന്ന് ക്ഷമിക്കൂ. എന്നിട്ട് പറയണ താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ലൈഫ് അല്ലേ. എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് തന്നതിന് താങ്ക് യു. ഐ ലവ് യു, ഐ ലവ് ദിസ് യൂണിവേഴ്സ്, ഐ ലവ് മൈസെൽഫ്. ഇതൊക്കെയാണ് ഇതിന് അർത്ഥം വരണത്. ഓക്കെ, അപ്പോൾ ഈ 4 സിമ്പിൾ സെൻറ്റൻസ് ആണ്, പക്ഷേ ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിത് അറിഞ്ഞ പിന്നെ എൻ്റെ മോർണിംഗ് റൂട്ടീനിൽ ഞാൻ ഒട്ടും ഒഴിവാക്കാത്തൊരു കാര്യമാണ് ഈ ഒരു ഹീലിംഗ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ ഒരു ഹീലിംഗ് പ്രയർ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ കുറേ ടെക്നിക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നിങ്ങൾ തന്നെ കമൻസ് അയക്കാറുണ്ട് എനിക്കിത് ചെയ്തപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ അല്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ ചൈൽഡ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ട്രോമാസ്, ആ ബ്ലോക്കേജസ് കാര്യങ്ങളൊന്നും മുഴുവനായിട്ട് പോയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സാധനങ്ങൾ കറക്റ്റായിട്ട് വരാത്തത്. അപ്പോൾ നിങ്ങൾ ഏത് ടെക്നിക്കുകൾ ചെയ്യുമ്പോഴും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമോ ചെയ്യണേക്കാൾ മുമ്പോ ഈ ഒരു പ്രയർ പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെന്ന് പറയാം. എന്നിട്ട് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഈ 4 സെൻറ്റൻസ് പറയാം. ഇത് 108 തവണ പറയാനാണ് പറയണത്. അങ്ങനെ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്രയധികം സ്ട്രോങ് ആയിരിക്കും. ഇനി അഥവാ പറ്റിയില്ലെങ്കിൽ ഒരു 10 തവണയോ 11ഓ 21 തവണയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെയിലി ഇത് നമ്മുടെ ഒരു റുട്ടീൻ ആക്കുമെന്ന് നമ്മൾ വിചാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് പറയാം, 3 നേരം പറയാം, 2 നേരം പറയാം, ഒറ്റ നേരം പറയാം,
എപ്പോൾ ആണെങ്കിൽ പറയാം. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹീൽ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ടെക്നിക്കുകളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനാണെങ്കിൽ ഇത് നമ്മൾ സ്വയം ഹീൽ ചെയ്യാണ്, അല്ലേ? നമ്മൾ സ്വയം ഹീൽ ചെയ്തില്ലെങ്കിൽ ഈ ടെക്നിക്കുകളൊന്നും നമുക്ക് വളരെ നല്ല രീതിയിൽ അത് ഫലിക്കില്ല. ഓക്കെ, കാരണം ഡൗട്ട്, ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്. ഇതൊക്കെ നമ്മളിൽ നിന്ന് പോകണമെങ്കിൽ ഈ പറയുന്ന ഹീലിംഗ് ടെക്നിക്കുകളൂടെ നമ്മൾ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അഡ്വാൻസ് വേർഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്കൊരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുന്നത് എങ്ങനെ, മണി ഹീൽ ചെയ്യുന്നത് എങ്ങനെ, ഇതൊക്കെ ഒരു സ്ട്രക്ചറായിട്ട്, അതൊരു കംപ്ലീറ്റ് സ്ട്രക്ചർ സെൻറ്റൻസ് ആയിട്ട് പറയുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഹോപ്നപ്പോ പ്രയറാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. അത് കേൾക്കുമ്പോൾ തന്നെ എന്ത് രസമല്ലേ? ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ആ ഒരു ഫീലിംഗ് കൊടുത്തൊന്ന് പറഞ്ഞു നോക്കുക. നമ്മൾ സ്വയം ഹീൽ ചെയ്യാനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഒരു സൈക്കോളജിസ്റ്റ്, ഒരു സൈക്കാട്രിസ്റ്റ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രിമിനൽസ് ഉള്ള ഒരു ജയിലുണ്ടായിരുന്നു. അവിടെ പോയിട്ട് അവരുടെ നേരിട്ട് പരിശോധിച്ചൊന്നുമില്ലായിരുന്നു. ആ ഒരു 10 പേര്, ആദ്യത്തെ ഒരു 10 പേര് എടുത്തു. ആ 10 പേരെ ആ ലിസ്റ്റ് വായിക്കുന്നു. അദ്ദേഹം ആ പേരുകൾ പറഞ്ഞുകൊണ്ട് ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, അതായത് അവരുടെ കാര്യം പോലും ഇദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇദ്ദേഹത്തെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അവരും ഹീലാവുമെന്ന് അദ്ദേഹത്തിന് അറിയാം ഈ ഒരു പ്രയറിലൂടെ. അപ്പം ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഒരു പ്രയർ അവർക്ക് വേണ്ടി ചൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. വിതിൻ മന്ത്സ് തന്നെ ആ ഡേഞ്ചറസ് ആയിട്ടുള്ള എല്ലാ ക്രിമിനൽസിലും ആ ജയിൽ വിടാനായിട്ട് സാധിച്ചു. കാരണം അവർ അത്രയും നല്ലൊരു പെർഫെക്റ്റ്, അല്ലെങ്കിൽ നല്ലൊരു ആ ഒരു കാംനെസ്സിലേക്ക് വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയും പവർഫുൾ ആണ് ഈ ഒരു ഹോപ്നപ്പോ പ്രയർ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ നമ്മുടെ ഉള്ളിലുള്ള ബ്ലോക്കേജസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. സോ ഡു ട്രൈ ദിസ് മെത്തേഡ്. എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ദിസ് ഇസ് ടോസ്റ്റുമാണ് സൈനിങ് ഓഫ്.